ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ക്ലസ്റ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടെൻസിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രക്ചർ പറയാം. ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, എല്ലാ ടെൻസും പോലെ തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. പ്രസൻറ്റ് ടെൻസ് അല്ലേ, ദെൻ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് വന്നതുകൊണ്ട് ഹാസ് അല്ലെങ്കിൽ ഒരു ഹാവ് ഉണ്ടായിരിക്കും. ദെൻ കണ്ടിന്യൂസിൽ എന്താ, ഒരു വെർബിൻ്റെ ING ഫോം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവയെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു ബീന്. അപ്പോൾ സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. ഇനി ഇത് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പറയാറ്? അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പ്രസൻറ്റിലും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ആൻ ആക്ഷൻ ബിഗാൻ ഇൻ ദ പാസ്റ്റ്. ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി, ആൻ ആക്ഷൻ ബിഗാൻ ഇൻ ദ പാസ്റ്റ് and going on at the time of talking. നമ്മൾ ഈ പറയുന്ന സമയത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ബീൻ teaching since 2011. I have been teaching since 2011. ഞാൻ 2011 മുതൽ പഠിപ്പിക്കുകയാണ്. 2011 മുതൽ അപ്പം തുടങ്ങിയിട്ട് ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ലിങ്കിങ് ടേം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സിൻസ്. ദെൻ it has been raining for 2 hours. It has been raining for 2 hours. 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മുന്നേ തുടങ്ങിയിട്ടുണ്ട്, 2 മണിക്കൂർ മുന്നേ മഴ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ പറയാൻ നമ്മൾ എന്താ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ 4 എന്ന ലിങ്കിങ് ടേം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ലിങ്കിങ് ടേംസ് ആണ് സിൻസ് ആൻഡ് ഫോർ. സിൻസ് ഫോർ 2011 മുതൽ. സിൻസ് എന്നാൽ മുതൽ എന്നർത്ഥം. ഫോർ 2 hours 2 മണിക്കൂറോളം. ഓളം എന്നുള്ള അർത്ഥത്തിൽ 4 ഉപയോഗിക്കുന്നു. ഇനി സിൻസ് 4 എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. സിൻസ് 4 ഇത് 2 പ്രിപ്പോസിഷൻസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. സിൻസ് എന്നാൽ ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പോയിൻ്റ് ഓഫ് ടൈമിനെ പറയാൻ സിൻസും പീരീഡ് ഓഫ് ടൈമിനെ പറയാൻ 4ഉം ഉപയോഗിക്കുന്നു. പോയിൻ്റ് ഓഫ് ടൈം അതായത് ഇപ്പോൾ ഒരു 2015 ഇതൊരു പോയിൻ്റ് ഓഫ് ടൈമാണ്. 2015 മുതൽ. അല്ലെങ്കിൽ 4 PM സിൻസ് 4 PM 4 മണി മുതൽ. ഒരു 4 മണി എന്ന് പറയുന്ന ഒരു കറക്റ്റ് പോയിൻ്റാണ്. ആ പോയിൻ്റ് മുതൽ സിൻസ് 2015 ഇല്ലേ, വേറൊരു വർഷം 2011. സിൻസ് 2011 2011 മുതൽ. കറക്റ്റ് ഒരു പോയിൻ്റ് ഓഫ് ടൈം ആയിരിക്കും സിൻസ് വരുന്നത്. ഇനി 4 ആണെങ്കിൽ പീരീഡ് ഓഫ് ടൈം ഫോർ 2 hours. നേരത്തെ പറഞ്ഞില്ലേ, ഫോർ 2 hours 2 മണിക്കൂറോളം. ഇപ്പം പറയാൻ എളുപ്പത്തിന് ഓളം അത് ചിന്തിച്ചാൽ മതി. ഫോർ 2 hours. ഫോർ 1 week ഒരാഴ്ചയോളം. സിൻസ് 1 week എന്ന് പറയില്ലല്ലോ, ഒരാഴ്ച മുതൽ. ഫോർ 1 week അതാണ് കറക്റ്റ്. ഫോർ 2 hours. ഫോർ 6 hours 6 മണിക്കൂറോളം.
ഈ സിൻസ് ഫോർ ഈ രണ്ട് ലിങ്കിങ് ടേംസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ സിൻസ് ഫോർ ഉപയോഗിച്ച് ഇതിനകത്ത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ PSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇനി പഠിക്കേണ്ടതുള്ളൂ. ആദ്യത്തെ എക്സാമ്പിൾ, ഷീ ഡാഷ് ഫോർ 10 minutes ഹിയർ. ഓപ്ഷൻസ്: ഹാസ് വെയിറ്റഡ്, ഈസ് വെയിറ്റിംഗ്, ഹാസ് ബീൻ വെയിറ്റിംഗ്, ഹാവ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്? ലിങ്കിങ് ടേം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഫോർ 10 minutes. ഷീ ഡാഷ് ഫോർ 10 minutes ഹിയർ. ഹാസ് വെയിറ്റഡ് വരുമോ, ഈസ് വെയിറ്റിംഗ് വരുമോ, ഹാസ് ബീൻ വെയിറ്റിംഗ് വരുമോ, ഹാവ് ബീൻ വെയിറ്റിംഗ് വരുമോ? അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ നമ്മുടെ ലിങ്കിങ് ടേം ഇവിടെ തന്നിട്ടുള്ളത് 4 ആണ്. 4 ആയതുകൊണ്ട് തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. 10 മിനിറ്റോളം അവൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ്: ഹാസ് വെയിറ്റഡ് വേണ്ട, ഈസ് വെയിറ്റിംഗ് വേണ്ട, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വേണ്ടത്. സോ ഹാസ് ബീൻ വെയിറ്റിംഗ്, ഹാവ് ബീൻ വെയിറ്റിംഗ്, ഇത് രണ്ടും എന്താ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ബീൻ വെയിറ്റിംഗ്. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 10 minutes ഹിയർ. അടുത്തത്, ദേ ഹാവ് ബീൻ പ്ലേയിങ് ഡാഷ് 4 PM. ഇതാണ് തന്നിട്ടുള്ളത്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഡാഷ് 4 PM. 4 മണി മുതൽ, വൈകുന്നേരം 4 മണി മുതൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടെൻസ് തന്നിട്ടുണ്ട്, ഹാവ് ബീൻ പ്ലേയിങ്. ഇതെന്താ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദേ പ്ലൂരലാണ്, ഹാവ് ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ ബീൻ ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ വേർബിൻ്റെ ഒരു ING ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇവിടെ വരേണ്ട പ്രിപ്പോസിഷൻ എന്താ? ലിങ്കിങ് ടേം എന്താ? സിൻസ് അല്ലെങ്കിൽ 4 ആണ്. ഇനിയിപ്പോൾ തന്നിരിക്കുന്നത് 4 PM എന്നാണ്. 4 PM എന്താ? ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. വൈകുന്നേരം 4 മണി മുതൽ പോയിൻ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ പോയിൻ്റ് ഓഫ് ടൈം ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സിൻസ് ആണ്. ഓപ്ഷൻ ഡി. നമ്മുടെ ആൻസർ എന്തായിരിക്കും? സിൻസ്. അടുത്ത എക്സാമ്പിൾ, ഐ ഡാഷ് യു സിൻസ് 2009. ഐ ഹാവ് സീൻ, ഹാവ് ബീൻ സീയിങ്, ഹാഡ് ബീൻ സീയിങ്, ഹാസ് ബീൻ സീയിങ്. ഐ ഡാഷ് യു സിൻസ് 2009 എന്നാണ് പറയുന്നത്. 2009 മുതൽ ഐ ഹാവ് സീൻ യു വരുമോ, ഹാവ് ബീൻ സീയിങ് വരുമോ, ഹാഡ് ബീൻ സീയിങ് വരുമോ, ഹാസ് ബീൻ സീയിങ് വരുമോ? ഏതായിരിക്കും? അപ്പോൾ സിൻസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ടെൻസ് ഏതാ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഇതിനകത്ത് നോക്കണം. ഏതാ? ING ഉള്ള ടെൻസ് അല്ലേ? ഹാവ്, ഹാസ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വേർബിൻ്റെ ING ഫോം. ഇതും വരാം, ഇതും വരാം. നമ്മുടെ റൂൾസ് പ്രകാരം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഇവിടെ I ആണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും? ഹാവ് ആയിരിക്കണം. ഐ ഹാവ് ബീൻ സീയിങ് യു സിൻസ് 2009. പക്ഷേ ഇതിനകത്ത് ഈ സീയിങ് നോക്കണം. സീയിങ് എന്താ? സി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വേർബാണ്. നമ്മൾ മുന്നേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറയുന്ന വേർബ് എന്താണ്? കണ്ടിന്യൂസ് ടെൻസ് ആണ്, സ്റ്റാറ്റിക് വേർബാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല. കണ്ടിന്യൂസ് ടെൻസിൽ സ്റ്റാറ്റിക് വേർബുകൾ ഉപയോഗിക്കാത്തത് കൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഈ സ്റ്റാറ്റിക് വേർബ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നേരെ മുന്നിലുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ ഇവിടെ? നമുക്ക് ലിങ്കിങ് ടേമായിട്ട് സിൻസ് അല്ലെങ്കിൽ 4 വരികയും കൂടെ എന്താ ഓപ്ഷനിലൊരു സ്റ്റാറ്റിക് വേർബ് വരികയും ചെയ്താൽ ടെൻസ് നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി പറയാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇതിനകത്ത് നിന്ന് ഏതാണ്? ഐ ഹാവ് സീൻ യു സിൻസ് 2009.
9. ഇതല്ലേ പെർഫെക്റ്റ്. കണ്ടിന്യൂസ് വേണ്ട, ING ഫോം വേണ്ട. ഇവിടെ എന്തുകൊണ്ടാണ്? സി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വെർബ് ആയതുകൊണ്ടാണ്. അടുത്ത ഓപ്ഷൻ, അടുത്ത എക്സാമ്പിൾ. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഡാഷ് മോർണിംഗ്. ഞങ്ങൾ നിന്നെ മോർണിംഗ് രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുകയാണ്, കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെ? ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നാണ് വന്നിട്ടുള്ളത്. ഹാവ് ബീൻ വെയിറ്റിംഗ് എന്താ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് നമുക്കിവിടെ സിൻസ് അല്ലെങ്കിൽ ഫോർ വരണം. ലിങ്കിങ് ടേം ആയിട്ട് വരേണ്ടത് സിൻസ് അല്ലെങ്കിൽ ഫോർ ആണ്. അപ്പോൾ ഈ മോർണിംഗ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതെന്താ? ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. പോയിൻ്റ് ഓഫ് ടൈമാണ്. അതുകൊണ്ട് തന്നെ സിൻസ് ഉപയോഗിക്കണം. ഇതിനകത്തുനിന്ന് ശരി ഉത്തരം ഏതാ? സിൻസ്. ഓപ്ഷൻ എ. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. സിൻസ് മോർണിംഗ്. അടുത്ത എക്സാമ്പിൾ. ഐ ഡാഷ് ഹിം സിൻസ് മൈ ചൈൽഡ്ഹുഡ്. ഐ ഡാഷ് ഹിം സിൻസ് മൈ ചൈൽഡ്ഹുഡ്. എനിക്ക് കുട്ടിക്കാലം മുതൽ അവനെ അറിയാം. ആ അർത്ഥത്തിലാണ് നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലിങ്കിങ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, സിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ സിൻസ് തന്നതുകൊണ്ട് ടെൻസ് എന്തായിരിക്കണം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഓപ്ഷനിലുള്ള വെർബ് നോക്കണം. ഓപ്ഷനിൽ ഏതാ വെർബ്? നോയാണ്. നോ എന്താ? നോ ഒരു സ്റ്റാറ്റിക് വെർബാണ്. സ്റ്റാറ്റിക് വെർബ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ സിൻസ് ഫോർ സെൻറ്റൻസിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ വരികയും സ്റ്റാറ്റിക് വെർബ് വരികയും ചെയ്താൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ വന്നാൽ നമ്മൾ നേരെ എന്താ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഉത്തരം തിരഞ്ഞെടുക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് നിന്ന് ഉത്തരം തിരഞ്ഞെടുക്കണം. ഇതിനകത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് വരുന്നത് ഏതാ? നോ വേണ്ട, ഇതെല്ലാം സിമ്പിൾ പ്രസൻ്റ് ആണ്. ഹാവ് നോൺ, ഹാവ് ബീൻ നോയിങ്, ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ആൻസർ വരില്ല. അപ്പോൾ ഹാവ് നോൺ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഉത്തരമാണ് ഐ ഹാവ് നോൺ ഹിം സിൻസ് മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇത്രയുമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതിൻ്റെ അടുത്ത ഭാഗം പാസ്റ്റ് ടെൻസ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.